പൂജനീയ സ്വാമിജി, ബുദ്ധന് നേരെ എറിഞ്ഞ കല്ല് എന്ന പുസ്തകത്തിൽ അഹിംസാവാദിയായ ബുദ്ധന്റെ തത്വങ്ങളെ ഇല്ലാതാക്കുകയാണ് ഗീതാകാരൻ ചെയ്തതെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഭാഗം വിശദീകരിക്കുവാൻ താത്പര്യം. ഞാനുണ്ടല്ലോ, ഒരൊറ്റ അടി കൊടുത്തപ്പോ എന്റെ മുത്തശ്ശന്റെ 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 മുത്തശ്ശൻ ചത്തുപോയി. എന്താ സ്വാമി പൊട്ടതരം പറയണത്? സ്വാമിക്ക് എങ്ങനെയാ മുത്തശ്ശന്റെ 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 മുത്തശ്ശനെ തല്ലാൻ കഴിയുക? അല്ല, കഴിഞ്ഞ ഈ ചോദ്യത്തിന് മറുപടി പറയാം. കാരണം ശ്രീബുദ്ധൻ ഈ ലോകത്ത് ജീവിച്ചിട്ട് 2500 വർഷങ്ങളായി. ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടിട്ട് 5140 കൊല്ലങ്ങളായി. 5140 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉപദേശിക്കപ്പെട്ട ഗീത 2500 കൊല്ലം മുമ്പ് ഉപദേശിച്ച ബുദ്ധന് നേരെ എറിഞ്ഞ കല്ലാണെന്ന് പറഞ്ഞ എന്താ ചെയ്യ? ഒരു കാലവും ഒന്നും ഇല്ല ഇതിലൊന്നും. അതിന് മറുപടി അർഹിക്കുന്നില്ല. ബുദ്ധൻ 2.5 സഹസ്രാബ്ദമായിട്ടേ ഉള്ളൂ. മറ്റത് 5 സഹസ്രാബ്ദം കഴിഞ്ഞു ഗീത ഉപദേശിക്കപ്പെട്ടിട്ട്. അതുകൊണ്ട് ബുദ്ധന്റെ അഹിംസാ സിദ്ധാന്തത്തെ ഇല്ലാതാക്കുകയാണ് ഗീതാകാരൻ ചെയ്തത് എന്ന് പറയുന്നത് പോലെ വിഡ്ഢിത്തം മറ്റൊന്നില്ല. ഗീത എവിടെയാണ് അഹിംസയെ ഇല്ലാതാക്കിയത്? അത് പറയുക. കാലം അവിടെ നിൽക്കട്ടെ. അഹിംസയെ പരമമായ ആദർശമായി, അനുഷ്ഠേയമായി, തപസ്സായി ആവർത്തിച്ചാവർത്തിച്ച് ഉപദേശിക്കുന്ന ഗ്രന്ഥമാണ് ഗീത. അത് ഹിംസയ്ക്ക് പ്രേരിപ്പിക്കുന്നില്ലേ? ഇല്ല. യുദ്ധം ചെയ്യാൻ പറയുന്നില്ലേ? ഉണ്ട്. ഇത് രണ്ടും കൂടി എങ്ങനെയാ നോക്കുക? യുദ്ധകളത്തിൽ യുദ്ധം തന്നെയാ ചെയ്യേണ്ടത്. ധർമ്മമര്യാദയ്ക്കനുസരിച്ച് യുദ്ധത്തെ ഒഴിവാക്കാൻ എന്തെല്ലാം അനുഷ്ഠിക്കണമോ അതൊക്കെ അനുഷ്ഠിച്ച ശേഷവും യുദ്ധം കർത്തവ്യമായി വന്നാൽ യുദ്ധം ചെയ്യേണ്ടത് ക്ഷത്രിയന്റെ കർമ്മമാണ്, സ്വധർമ്മമാണ്. അത് പട്ടാളക്കാരന്റെ സ്വധർമ്മമാണ്. അവിടെ ബുദ്ധൻ അഹിംസ എന്നും പറഞ്ഞിരുന്ന രാഷ്ട്രം ഉണ്ടാവില്ല. ബുദ്ധമതത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന രാഷ്ട്രങ്ങളിലൊക്കെയും സൈന്യമുണ്ട്. ഏറ്റവും ആധുനികങ്ങളായ വ്യോമ, നാവിക, കരസേനകളുണ്ട്. ബുദ്ധമതം ഏറ്റവും പ്രചാരത്തിലുള്ള രാജ്യങ്ങൾ ഏത് പഠിച്ചെടുത്തോളൂ. ജപ്പാനോ, കൊറിയയോ, തൈവാനോ, ഏത് പണി? അവിടെയൊക്കെ നല്ല സൈന്യങ്ങളുണ്ട്. രാഷ്ട്രരക്ഷ വേണോ? അത് വേണം. അവിടെ അഹിംസയും പറഞ്ഞിരുന്നാൽ രാജ്യം നിലനിൽക്കില്ല. എന്ന് വെച്ചാൽ ഹിംസ അഹിംസ എന്ന് പറഞ്ഞാൽ എന്താന്ന് ആദ്യം മനസ്സിലാക്കണം. കണ്ടവനെ പോയി തല്ലണതല്ല ഹിംസ. അഹിംസ തല്ലാതിരിക്കണതല്ല. അവിടെ ധർമ്മ മര്യാദയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. അഹിംസയെ പരമമായി തന്നെയാണ് സാധനാക്രമത്തിൽ ഭഗവത്ഗീത ഉപദേശിച്ചിട്ടുള്ളത്. ഇനി ബൗദ്ധ സിദ്ധാന്തത്തിന് എതിർത്തുകൊണ്ട്, ബൗദ്ധരെ എതിർത്തുകൊണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ ഭാഷ്യത്തിൽ എഴുതി എന്ന് പറഞ്ഞാൽ 100% ശരിയാണ്. കാരണം ശ്രീബുദ്ധന് ശേഷമാണ് ശങ്കരാചാര്യസ്വാമികളുടെ കാലം. ശരിയാണ്. അവിടെ ഒരിടത്ത് പോലും ആചാര്യസ്വാമികൾ ബുദ്ധനെ എതിർത്തിട്ടില്ല. ബൗദ്ധരെ നിശ്ചിതമായി വിമർശിച്ചു. ബുദ്ധന്റെ പിൻഗാമികളെ ഭാഷ്യം പഠിക്കും നമുക്ക് മനസ്സിലാവും.